ഹലോ, ഇതാ പുതിയൊരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഞാനിവിടെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൊത്തമര ചെറുതാക്കി കട്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. ഇത് ഉപ്പേരിയാക്കുന്നത് ഞാൻ തേങ്ങയും പച്ചമുളകും ചീനുള്ളിയൊക്കെ ഇട്ട് ഒതുക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ അത് ഉപ്പേരിയാക്കുന്നത്. അതിനിതവിടെ എനിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ ചിരകുന്നുണ്ട്. തേങ്ങ ചിരകി ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള 2 ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡാക്കുന്നുണ്ട് കേട്ടോ, അരപ്പിൻ്റെ കൂടെ. അങ്ങനെ ഇത് ചെറിയ തോതിൽ അരച്ചെടുക്കാം. ചമ്മന്തിൻ്റെ രൂപത്തിൽ പോലെ അരച്ചെടുക്കാൻ കേട്ടോ. ചമ്മന്തി രൂപത്തിൽ അരച്ചെടുക്കാൻ ചട്ടിയെടുത്തിട്ട് വെച്ച് കടുകിട്ട് കടുക് നല്ലോണം ചൂടായി പൊട്ടിയതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച അരിഞ്ഞ് വെച്ച കൊത്തമരയും പിന്നെ അതിലേക്കൊക്കെ അരപ്പും അതിലേക്ക് മിക്സാക്കി നന്നാക്കി ഇളക്കി ചേർത്തതിന് ശേഷം അതവിടെ മൂടി വെച്ച് ഞാനിവിടെ ഒരു മത്തൻ ഇവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും വെള്ളവും ചേർത്ത് അത് അടുപ്പത്ത് വെച്ച് ആ സമയം കൊണ്ട് നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പേരി ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ മത്തൻ്റെ കറിക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പില കൂടെ കൂട്ടി അരച്ച് വെക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പേരിയുടെ സെറ്റായ ഇതിൻ്റെ അരപ്പ് ഇവിടെ റെഡിയായി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയിട്ട് ഇതൊന്ന് കടുകും വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് വറവിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വറവിട്ടത് കറിയിലേക്ക് ഒഴിച്ചെടുക്കും, നന്നാക്കി ഇളക്കി ചേർത്ത്. പിന്നെ ഇന്നത്തെ ലഞ്ച് ബോക്സിക്ക് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഒന്നും കൂടെ പറയണേ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്.